ബംഗുരു ജില്ലയെയും പശ്ചിം ബർദമാനെയും ബന്ധിപ്പിച്ച് ദാമോദറിന് മുകളിലൂടെ ഒരു പാലം ഞങ്ങൾക്ക് വേണമായിരുന്നു. പലതവണ ഞാൻ നിയമസഭയിൽ മമതാ ബാനർജിയോട് ഞങ്ങൾക്ക് ഈ അനുമതി തരണമെന്ന് പറഞ്ഞു. ഒന്നുകിൽ നിങ്ങളത് ചെയ്യുക, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. ഞാൻ മിസ്റ്ററേയും കണ്ടു, നിതിൻ ഗഡ്കരിജിയുടെ ഓഫീസിലെ ആളുകളെ ഞങ്ങൾ പാലം പണിയിക്കുമെന്ന്. പക്ഷേ അവർ ഞങ്ങളെ അനുവദിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാനൊരു ലളിതമായ ഒരു ചെറിയ ഉദാഹരണം നൽകാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദാമോദറിന് മുകളിൽ പുരുളിയ, ബംഗുര ജില്ലകളെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു പാലം വേണം. ഇത് ഇസ്കോയുടെ ജോലിയായിരുന്നു. അവർക്ക് 5 വർഷം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ആദ്യമായി ഒരു തൂണും സ്ഥാപിച്ചു. പാലം നിർമ്മിക്കും. അവർ ഉറപ്പു നൽകിയിരുന്നു. അതെ, മോദിജിയുടെ സമയത്ത് നിർമ്മിച്ചു തരും. മോദിജി വരും, പാലം പണിയും. അതൊരു വിഷയമാക്കാൻ കഴിഞ്ഞില്ല. മിക്ക രാജ്യങ്ങളിലും ഇന്ത്യയിലെ ഒരു സംസ്ഥാന നിയമസഭയുടെ കാലാവധിക്ക് തുല്യമായ 5 വർഷം. ഇതുപോലൊരു നദിക്ക് കുറുകെ ഒരു കോൺക്രീറ്റ് പാലം പണിയാൻ മതിയായതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ദാമോദറിലാണ്. ഇത് അസൻസോളിനെ ഈ ഭാഗത്തേക്കും ബംഗുരയെ മറുഭാഗത്തേക്കും ബന്ധിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലുള്ള നദികൾക്ക് കുറുകെ കോൺക്രീറ്റ് പാലങ്ങൾ വരാറുണ്ട്. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് പോലെയുള്ള മുളപ്പാലങ്ങൾ പണിയാനും അവ ഒരു വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകാനും പിന്നീട് വീണ്ടും പണിയാനും മാത്രമേ സമയം തികഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ BJP MLAയെയും TMC എതിരാളിയെയും ഇന്റർവ്യൂ ചെയ്യുന്നത് നിങ്ങൾ കേട്ടല്ലോ. അതൊരു രാഷ്ട്രീയ മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നു. കാരണം ഇവിടെ ഒരു കോൺക്രീറ്റ് പാലം വരാത്തതിന് അവർ രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. സർക്കാരിനോട് ഒരുപാട് തവണ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു പാലം പണിത് തരണം. അതിനായി ഞങ്ങൾക്ക് ദാമോദർ സേതു ബന്ധൻ കമ്മിറ്റിയൊക്കെയുണ്ട്. ആണോ? അതെ. അപ്പോൾ അത് നിങ്ങളുടെ സമരത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് സാരം. അതെ, ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ട് സാർ. ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ഇതിനു വേണ്ടിയാണല്ലോ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. നോക്കൂ, ഈ താൽക്കാലിക പാലം മഴക്കാലം വരുമ്പോൾ വീണ്ടും തകർന്നു പോകും. എന്നിട്ട് പുതിയൊരെണ്ണം ഉണ്ടാക്കുകയും ചെയ്യും. ശരി, അപ്പോൾ ഒരു കാര്യം പറയൂ. ഞാനിപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ അഗ്നിമിത്ര പോളിനെയും കണ്ടു, TMCയുടെ MLAയും കണ്ടു. അവർ രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. അവർ പറയുന്നത് BJP പറയുന്നത് TMCയുടെ കുറ്റമാണെന്നാണ്, TMC പറയുന്നത് BJPയുടെ കുറ്റമാണെന്നാണ്. പക്ഷെ സർക്കാരുണ്ടല്ലോ, ആ സർക്കാർ പറയണം. ഏത് സർക്കാർ? സർക്കാരിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരും ഇത് നോക്കണം, കേന്ദ്ര സർക്കാരും തരണം. ഞങ്ങൾക്ക് 2 സർക്കാരിൽ നിന്നും വേണം. അപ്പോൾ ഞങ്ങൾക്കടുത്തുള്ള സംസ്ഥാന സർക്കാരിനോട് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറയും. സംസ്ഥാന സർക്കാർ ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ വേണ്ടി ശ്രദ്ധിക്കണം. നോക്കൂ, ഞാൻ ചെറുതായിരുന്നപ്പോൾ മുതൽ കേൾക്കുന്നതാണ് പാലം വരുമെന്ന്. പക്ഷെ ഇതുവരെ പണിയുന്നില്ല. എത്ര ചെറുപ്പമായിരുന്നപ്പോഴാണ് നിങ്ങളിത് കേൾക്കാൻ തുടങ്ങിയത്? അപ്പോൾ എനിക്കൊരു 4 or 5 വയസ്സുള്ളപ്പോൾ. അന്ന് എന്റെ അച്ഛൻ ഇവിടെ നിന്ന് പോയി വന്നിരുന്നു. ഇഷ്കോയിൽ ജോലി ചെയ്യുകയായിരുന്നു. സൈക്കിളിലാണ് ഇവിടെ പോയി വന്നിരുന്നത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, പാലമുണ്ട്, പക്ഷേ അത് മഴക്കാലത്ത് അന്ന് പോകും. ആ സമയത്ത് ആലോചിച്ചു നോക്കൂ, ഇത്രയും നിറഞ്ഞ പുഴയിൽ ഒരു വഞ്ചിയിൽ എത്രമാത്രം അപകട സാധ്യതയുണ്ടെന്ന്. പോയി വരേണ്ടി വരും. പക്ഷേ നിർബന്ധിതാവസ്ഥയിൽ മനുഷ്യർക്ക് ജോലിയുടെ ഭാഗമായി പോകേണ്ടി വരുന്നു. പിന്നെ വിരോധമില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സായി? ഇപ്പോൾ എനിക്ക് 29. അപ്പോൾ 4 or 5 വയസ്സ് മുതൽ നിങ്ങളിത് കേൾക്കുകയാണ്. ഇപ്പോൾ 29 വയസ്സായി. അതായത് 25 വർഷമായി ഇതിങ്ങനെ തന്നെയാണ്. അതെ. പുതിയ സർക്കാരുകൾ വന്നും പോയും ഇരിക്കുന്നു. ഇത് ചെയ്യുമെന്ന് പറയുന്നു, പക്ഷെ ഇതുവരെ അത് നടപ്പായിട്ടില്ല. ഇപ്പോൾ അസംസോളിലെ പല പ്രശ്നങ്ങളിലൊന്നു മാത്രമാണ് അടിസ്ഥാന സൗകര്യങ്ങളുടേത്. ഇത് ബംഗാളിന്റെ കൽക്കരി വ്യവസായ മേഖലയാണ്. ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഘനവ്യവസായശാലകൾ അടച്ചുപൂട്ടുന്നതാണ്. ഈ വിഷയം പൂർണ്ണമായി മനസ്സിലാക്കാൻ ഞാൻ എവിടെയാണെന്ന് നിങ്ങളോട് പറയാം. ഞാൻ ബേൺപൂർ എന്ന സ്ഥലത്താണ്. ദശാബ്ദങ്ങൾക്ക് മുൻപൊരു കാലത്ത് ബേൺപൂർ ഈ സ്ഥലത്തിന്റെ വ്യാവസായികമായ കരുത്തിന്റെ പ്രതീകമായിരുന്നു. ഇപ്പോൾ ഇവിടെ അടച്ചുപൂട്ടിയ ഒരുപാട് യൂണിറ്റുകളുണ്ട്. പ്രത്യേകിച്ചും ഈ ബേൺ സ്റ്റാൻഡേർഡ് കമ്പനി. ഇത് വ്യവസ്ഥാപിതമായി തകർക്കപ്പെട്ട ഒരു പ്രതാപത്തെയാണ് ശരിക്കും ഉദാഹരിക്കുന്നത്. ഈ ദുരന്തം മനസ്സിലാക്കാൻ ആ കമ്പനി എന്തായിരുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബേൺ സ്റ്റാൻഡേർഡ് വെറുമൊരു ഫാക്ടറി മാത്രമായിരുന്നില്ല, എഞ്ചിനീയറിംഗിലെ ഒരു ഭീമനായിരുന്നു അത്. ഹൗര പാലം നിർമ്മിക്കാൻ സഹായിച്ചതും ദക്ഷിണേശ്വർ ക്ഷേത്രത്തിന് ഇരുമ്പ് നൽകിയതും കൂടാതെ നിരവധി റെയിൽവേ വാഗണുകൾ നിർമ്മിച്ചതും ഈ കമ്പനിയാണ്. ഇപ്പോൾ അതിലേക്ക് നോക്കൂ, ആ പൂട്ട് നോക്കൂ. 2018 കേന്ദ്രമന്ത്രിസഭ ഇത് നിർത്തലാക്കി. ഇപ്പോൾ ഇവിടെ നിർമ്മിക്കപ്പെടുന്നത് നിശബ്ദത മാത്രമാണ്. ഇതിലെ രാഷ്ട്രീയ ഉത്തരവാദിത്തം വർഷങ്ങളായി പ്രതിപക്ഷവും ഭരണത്തിലുള്ളവരും തർക്കവിഷയമാക്കുന്ന ഒന്നാണ്. നിങ്ങൾ BJPയോട് ചോദിച്ചാൽ ഇത് സംസ്ഥാന സർക്കാരിന്റെയോ മമതാ ബാനർജിയുടെയോ കുറ്റമാണെന്ന് അവർ പറയും. നിങ്ങൾ TMCയോട് ചോദിച്ചാൽ ഇതുപോലുള്ള യൂണിറ്റുകൾ പ്രവർത്തിപ്പിക്കേണ്ടത് കേന്ദ്രത്തിന്റെ പ്രത്യേക അധികാരമാണെന്ന് അവർ പറയും. ഇവിടെ അടച്ചുപൂട്ടിയ ഒരേയൊരു സ്ഥാപനം ഇതല്ല. ഈ ഭാഗത്ത് അടച്ചിട്ട ഗേറ്റുകളുള്ള വേറെയും ഒരുപാട് കമ്പനികളുണ്ട്. ഒരു കാലത്ത് ബംഗാളിൽ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലാകെ
വ്യവസായവൽക്കരണത്തിന്റെ പ്രതീകമായിരുന്ന ഒരു സ്ഥലത്ത് ഇത് തീർത്തും ഒരു ദുരന്തമാണ്. ഈ കമ്പനി അടച്ചുപൂട്ടിയതിന്റെ രാഷ്ട്രീയപരമായ കുറ്റം ആരുടേതാണ്? രാഷ്ട്രീയപരമായ കുറ്റം ഓരോ യൂണിയൻ നേതാവിൻ്റേതുമാണ്. കാരണം ഇത് അടച്ചുപൂട്ടിയതാണെങ്കിൽ, പ്രത്യേകിച്ച് ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാക്ടറി അടച്ചുപൂട്ടുകയാണെങ്കിൽ യൂണിയൻ അല്ലാതെ മറ്റാർക്കും അത് അടപ്പിക്കാൻ കഴിയില്ല. അടച്ചുപൂട്ടാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ഒരു സാഹചര്യവുമില്ല. ഇവിടെ നേതാക്കന്മാർ എല്ലാവരെയും പ്രലോഭിപ്പിച്ചത് BRS എടുത്താൽ ഈ പണം കിട്ടും, ആ പണം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇവിടെ തന്നെ ഫാക്ടറി അടച്ചു. കോൺട്രാക്ട് ജോലി ചെയ്തിരുന്നവർ ഒന്നുമല്ലാതായി. ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് പേർ വന്ന് പലതും പറഞ്ഞിട്ട് പോകും. ഇവിടെ ഇപ്പോൾ ഏതു പാർട്ടിയായാലും അവർ മതരാഷ്ട്രീയത്തിലേക്കാണ് കൂടുതൽ നീങ്ങിയിരിക്കുന്നത്. അന്ധഭക്തർ ഇപ്പോൾ ഒരുപാട് കൂടുതലാണ്. മതത്തിന്റെ രാഷ്ട്രീയമാണ് കൂടുതൽ. ഞങ്ങളുടെ ഫാക്ടറി വളരെ മോശം അവസ്ഥയിലായിരുന്ന ഒരു സമയത്ത് ഇവിടുത്തെ ബംഗാൾ സർക്കാർ, അതായത് മമതാ ബാനർജി, ഒരുപക്ഷെ അവരുടെ പരിഗണന നല്ലതായിരുന്നു. ആ സമയത്ത് പിന്നെയും ഒരു 10 വർഷം കൂടി വലിച്ചു നീട്ടി. അതിനുശേഷം പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ആരുടെ വാക്കിലാണ് കൂടുതൽ വിശ്വാസം? BJPയും പറയുന്നു ഇൻഡസ്ട്രി കൊണ്ടുവരുമെന്ന്, TMCയും പറയുന്നു ഇൻഡസ്ട്രി കൊണ്ടുവരുമെന്ന്. ആര് ചെയ്താലും ഞങ്ങൾക്ക് നല്ലതാണ്. ആരെങ്കിലും ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾ രണ്ടുപേരുടെയും സംസാരം കേൾക്കുമ്പോൾ ആർക്ക് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്കെന്ത് തോന്നുന്നു? രണ്ടുപേരും ഒരുപോലെ പ്രവർത്തിച്ചാൽ ഞങ്ങൾക്ക് ഒരാളെ തിരഞ്ഞെടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഈ പ്രദേശത്തിന്റെ കഥ ഒരുപക്ഷെ പാർട്ടി പ്രകടന പത്രികകളിലല്ല, മറിച്ച് ഇവിടെ കാര്യങ്ങൾ എങ്ങനെ നിശ്ചലമായി പോയി എന്നതിലാണ്. ഇപ്പോൾ BJP പറയും TMC കാരണമാണ് ബംഗാൾ ഒരു വ്യാവസായിക ശ്മശാനമായതെന്ന്. TMC പറയും സഫലമാകാത്ത സ്വപ്നങ്ങൾക്ക് ഉത്തരവാദി കേന്ദ്രമാണെന്ന്. ഒരുപക്ഷെ ജനങ്ങൾക്ക് വേണ്ടത് ഇതുപോലെ തുരുമ്പെടുക്കാത്തൊരു ഭാവിയാണ്.